ഇടത് സർക്കാർ ഭരിച്ച കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ വർഗീയ സംഘർഷങ്ങൾ ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ കേരള യാത്രയുടെ തിരുവനന്തപുരത്തെ സമാപന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. രാജ്യത്ത് ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുമ്പോൾ കേരളം ശാന്തിതീരമായി മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനുവരി 1 ഉള്ളാൾ ദർഗയിൽ നിന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള മുസ്ലിം ജമാഅത്തിന്റെ കേരള യാത്രയ്ക്ക് തുടക്കമായത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് നടന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാംതരം പൗരന്മാരായി കാണാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ന്യൂനപക്ഷത്തിനു വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്നതും അവർക്കിടയിലേക്ക് ഓടിയെത്തുന്നതും ഇടതുപക്ഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷത ശക്തമായി നിലനിൽക്കാൻ വർഗീയതയുമായി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തി വരുന്ന വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സമൂഹമായി നിലകൊള്ളുന്നു. സാമുദായിക വികാരങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും ലോകത്ത് യുദ്ധങ്ങൾ ദാരിദ്ര്യം മാത്രമാണ് സൃഷ്ടിക്കുന്നതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുകയോ അതിനുവേണ്ടി വോട്ട് ചോദിക്കുകയോ ചെയ്യാൻ വേണ്ടിയല്ല. മനുഷ്യൻ എപ്പോഴും പരസ്പര സ്നേഹവും സന്തോഷവും ഉണ്ടാകണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വർഗീയമായി കലാപമുണ്ടാക്കുന്ന അമേരിക്കയ്ക്ക് ഒരു രാഷ്ട്രവും സഹായിക്കരുതെന്ന് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. പരിപാടിയിൽ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷന്റെ റിഫായി കെയർ പദ്ധതി മുഖ്യമന്ത്രിയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സൂര്യൻ ഉദിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും. എന്നാൽ നമുക്ക് ചുറ്റുമുള്ള ചില വീടുകളുണ്ട്. പുലരിയുടെ പ്രതീക്ഷകൾ ഇവർ കന്യമാണ്. മന്ത്രി ജി ആർ അനിൽ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ എം പി, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.